നശിച്ച മഴ. കുമാരടേ, സുങ്കടാപ്പി നീയാ? സുങ്കടാപ്പിയ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നാ ഇത്? ഞായറാഴ്ച ആര് വെച്ചേക്കുന്ന ക്ലാസ്? എന്നാ ഒരു ഗ്ലാസ് ചായ ഇട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കുടിച്ചിട്ട് ഇറങ്ങിക്കൂടെ മാമ? അല്ലെങ്കിൽ വരുന്ന വഴി എത്ര ചായക്കടയുണ്ട്? തർക്കുറുത്തരം പറയുന്നു. പോയി ചായ ഇടവരും എനിക്കും. പുഷ്പ, തള്ളയുടെ തനി എക്സാക്ട് എക്സ്റേ അല്ലേ? തള്ള ഒന്നുകൂടെ ജനിച്ചതാ എന്റെ സൗര്യം കളയാൻ. ഇവളെ ബസ് സ്റ്റോപ്പിൽ കണ്ടവരുണ്ടത്രേ. അത് ബസ് കയറാൻ നിൽക്കുന്നത് കോളേജിൽ പോവാനാടാ. കൂടെ ആൺപിള്ളേരും ഉണ്ടത്രേ. എടാ, കോളേജ് ആവുമ്പോ ആൺപിള്ളേരും പെൺപിള്ളേരും കാണത്തില്ലേ? അവർക്ക് ബസ് കയറി പോണ്ടേ? സ്ഥിര ഒരുത്ത ഉണ്ടത്രേ. സ്ഥിരവോ? ഈ പരിസരത്തുള്ള ഏതെങ്കിലും പയ്യനായിരിക്കും ഒരുമിച്ച് പോയി വരാനും ഒക്കെ ആയിട്ടെ കോളേജില്. ഇവന് ഞാൻ ഉദ്ദേശിക്കണ മനസ്സിലാവുന്നില്ല. എന്നാലും ഇത് ഏത് പയ്യൻ? ഇവളെ ഇങ്ങനെ നിർത്തിയാ മതിയാ, കെട്ടിച്ച് വിടണ്ടേ? വളർന്ന് ഞാൻ കണ്ടപ്പോ ഇത്രേ ഉള്ളായിരുന്നു, പെട്ടെന്ന് ഇങ്ങനായി. നീ എന്തോടെ കലക്കി കൊടുത്ത? ഏതേലും നല്ല പയ്യനെ നോക്കി കെട്ടിക്കണം. കുടുംബക്കാരുടെ അടുത്ത് ചോദിച്ചു തുടങ്ങി. ഇനി താഴെ ഒരുത്തിനും കൂടെ നിപ്പിയില്ലേ? അവളുടെ തന്ത ഞാനല്ലേ, പിന്നെ ഈ കുടുംബക്കാരെല്ലാം നിന്റെ അടുത്ത് ചോദിക്കുന്ന എന്തിനി? പക്ഷെ എല്ലാ കുടുംബവും നോക്കുന്നത് ഞാനല്ലേടാ. ശരിയാ, എല്ലാ കുടുംബത്തിലും പോയി എത്തി നോക്കുന്നത് നീ തന്നെ. അതെ 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 അതെ. മാമ, മനു ഇല്ലേ? മനു അവൻ കുളിക്കുവാ. അവൻ കുളിക്കുന്നു. നീ കേറ്. വിനയം കണ്ട് തെറ്റിയിരിക്കണ്ട ഉടായിപ്പ. പെങ്കൊച്ചുള്ള വീട്ടിലാണോ കണ്ടം പോലെ പിടിച്ച് കയറ്റുന്നു? എടാ, ഇത് മനുവിന്റെ കൂട്ടുകാരനാ. മനുവിന്റെ കൂട്ട് വെട്ടണം. കൂട്ടുകാരനെ വെട്ടാനോ? അച്ഛാ, എനിക്കിന്ന് ത്രെഡ് ചെയ്യാൻ പോണ, പിന്നെ പറഞ്ഞില്ലെന്ന് പറയരുത്. എപ്പ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞില്ലേ? ശരിയാണല്ലോ. ചായ എന്തിയെ? പോന്ന വഴിക്ക് ഏതെങ്കിലും കടയിൽ കയറി ഞാൻ കുടിച്ചോ. അച്ഛനോ? അച്ഛനും വേണമെങ്കിൽ പൊക്കോ. ഇവളെ ഇന്ന് തന്നെ കെട്ടിക്കണം. കെട്ടിക്കാനോ? നീ നല്ല സംബന്ധം ഉണ്ടേ പറയടാ. നമ്മുടെ മൂക്കട്ട കടവില് വളങ്കടി മനോജിന്റെ മോനുണ്ട്. പുഴുക്കടി നന്ദു, സ്കിൻ ഡോക്ടറാ. കേട്ടിട്ട് തന്നെ ചൊറിയുന്നു. എനിക്കും. നിനക്കിപ്പോ കേട്ടണോ? വേണ്ട, ഇവര് അതെ, അവക്കിപ്പോ കേട്ടാൻ താല്പര്യമില്ല. മോനെ, വലിയ കുടുംബം, പുഴുക്കടി. എന്തായിരുന്നു ചൊറി? കുമാര, ഇവിടെ കുടുംബാരി സംസാരിക്കാൻ നമ്മളുണ്ട്. അവന്റെ അടുത്ത് മിണ്ടായിരിക്കാൻ പറയടാ. എഴുന്നേക്കടോ. കുമാര, എഴുന്നേക്കടോ. കുമാര, അവൻ പറഞ്ഞത് കേട്ടാ? എനിക്കെടോ ഒന്ന്. കുമാരേ, താൻ ഇനി വിട്ടിരുന്നാ തന്നെ ഞാൻ അടിക്കും. കുമാരേ, എനിറ്റോ അവ അടിക്കും. തന്തയാണ്ട എന്നെ അടിക്കാത്ത ഒരു ദിവസം കൈവരെ പൊങ്ങി. ആണോ? ഞാൻ പോയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട്. ഇനി അച്ഛനോട് മേല ഇമാതിരി കുടുംബ കീടാണുക്കളെ വീട്ടിൽ വിളിച്ച് കേറ്റിയ കേട്ടല്ല. താങ്ക്സ് മോനെ. പോടോ. ഞാൻ തട്ടോടെ കാണും. ബൈ. ആടാ, പോവാ. നമ്മളെ പഠിപ്പിച്ച ശ്യാമള സാറും മോളും ഇല്ലേ, അവര് വീട് മാറി എന്റെ വീടിന്റെ അടുത്ത് താമസമായിട്ടുണ്ട്. ഹലോ ഹലോ. എന്താ ശ്യാമള സാറിന്റെ പല്ല് പോലും തേച്ചില്ലല്ലേ? ഇല്ല. മോളെവിടെ? നീ എന്തിനാ വന്നത്? അവള് സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ അവളുടെ സൂപ്പർ സീനിയർ ആയിരുന്നു. എടാ, നീ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ അവൾ LKG യിലായിരുന്നു. സൂപ്പർ. വാ, മോളെ വിളിക്കേ. ആരാ? മനസ്സിലായില്ല. അയ്യോ, സാറിന് ഞങ്ങളെ മനസ്സിലായില്ലേ? സാറ് പഠിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഞങ്ങള്, സാറിന്റെ ഫേവറേറ്റ് സ്റ്റുഡൻസ്. നിങ്ങളെ അങ്ങോട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. ഓർമ്മയില്ലെന്നോ? പണ്ട് നമ്മള് പഠിച്ചത് ഓർമ്മയില്ലെന്നും പറഞ്ഞ് ചന്തിക്കിട്ട് അടിക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പൊ സാറിനൊന്നും ഓർമ്മയില്ലെന്ന്. നിങ്ങളോക്കെ, പക്ഷെ ഇദ്ദേഹത്തെയൊക്കെ ഞാൻ പഠിപ്പിച്ചെന്ന് വെച്ചാ എന്റെ പ്രായം വരുമല്ലോ ഈ പുള്ളിക്ക്. ശരിയാ, നീ ഏജ് ഓവർ ആയിട്ടാ. ഇതിനും കാരണം സാറാ. ഞാനോ? പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ ഇത്തിരി പൂടെ വന്നപ്പോ എന്നും അടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പഠിച്ചുണ്ടായതാ ഇത്രയും. മോളെ വിളി. എന്റെ മോളല്ലോ, അങ്ങേരടുത്ത് പറ. സാറേ, ഇച്ചിരി വെള്ളം കിട്ടു കുടിക്കാൻ. മോളെ പ്രിയ, ഒരു കുപ്പി വെള്ളം എടുത്തോണ്ട് വാ. ഈ മുതുക്ക് എന്തോ കാണിക്കുന്നു? വെള്ളം. എന്നെ മനസ്സിലായോ? പഠിച്ചപ്പോ സ്കൂളിലെ വരാന്തേ സാർ എന്നെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ടോ 2ാം ക്ലാസ്സിൽ? നീ വല്ല ടീച്ചർമാരെ നോക്കണേ. എന്നെ മനസ്സിലായോ? നമ്മള് നിർത്തണോ? കൊറേ നേരം കുതിരട്ട പപ്പുനെ പോലെ വെള്ളം വെള്ളം. വെള്ളം ഇങ്ങനത്തെ സാർ. അല്ല, നീ എന്ത് ചെയ്യുന്നു? ഞാൻ മെറിറ്റില് സീറ്റ് ഇട്ടാത്തോണ്ട് ഡിമെറിറ്റ് ആയി പോയി സാറേ. ഇനി അടുത്ത ഇവന്റെ അടുത്ത് ചോദിക്കും. സ്കൂളിലും അങ്ങനെ ആയിരുന്നല്ലോ. ഞാൻ പഠിച്ചില്ല സാറേ, എനിക്ക് അറിഞ്ഞൂടാ. അവരുടെ അടുത്ത് വരും. പഠിക്കുന്നില്ലേ?
ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറും സാറിന്റെ തന്നെ. ആ പിള്ളേരെ പറ്റിച്ച് കുറെ ഉണ്ടാക്കിയല്ലേ? ഏ അല്ല, പിള്ളേരെ പഠിപ്പിച്ച് കുറെ ഉണ്ടാക്കിയല്ലേ? ആ നിന്നെ എനിക്ക് ഓർമ്മ വന്നു. ആ അത് പറ. പണ്ട് 3ാം ക്ലാസ്സിൽ നിക്കറി അപ്പി ഇട്ടിട്ട് നിന്നെ എന്റെ സ്റ്റാഫ് റൂമിലല്ലേ കൊണ്ടുവന്ന് നിർത്തിയത് നിക്കറ് മാറ്റാൻ. ഇളക്കമായിട്ടും പഠിക്കാൻ വന്ന ബ്രില്യൻ സ്റ്റുഡന്റ് ആയിരുന്നു. നിക്കണ്ട പൊക്കോ. ശരി സാർ, എന്നാ ഞാനങ്ങോട്ട്. നീ വേണ്ട സാറേ. നീ PT പീരീഡ് കളിച്ചപ്പോ നിക്കറ് കീറിയിട്ട് ഗ്രൗണ്ടിൽ കൂടെ ജെട്ടി ഇടാണ്ട് ഓടിയോനല്ലടാ നീ. ഇയാൾക്ക് വേറെ ഒന്നും ഓർമ്മയില്ല. അന്നെന്റെ പ്രാരാബ്ദം കാരണം എനിക്കൊന്നും മേടിക്കാൻ പറ്റില്ല. നിന്നെ എന്നെ ഓർമ്മ വരാൻ ചാൻസ് ഇല്ല. ആ അതാ എനിക്ക് നിന്നെ ഓർമ്മയില്ല. ചിലപ്പോ എന്റെ അച്ഛൻ പഠിപ്പിച്ചായിരിക്കും നിന്നെ. തലമുറ നോക്കി കയറി കേട്ടാ. ശരി എന്നാ, നമ്മള് ഇവിടെ തന്നെ ഉള്ള എന്തെങ്കിലും പ്രശ്നം വിളിച്ചാൽ മതി. ആ ചെല്ലു. ഓക്കെ. അച്ഛൻ 10 ലക്ഷം കൊടുത്ത് മകന് വേണ്ടി നീറ്റ് ചോദ്യ പേപ്പർ വാങ്ങി. എന്നിട്ട് മകന് കിട്ടിയത് 720, 107 മാർക്കാടാ. കളിയാക്കണ്ട, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബുദ്ധി. എന്റെ അച്ഛൻ വല്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു എന്നെ 10 ലക്ഷത്തിന് വല്ല കാട ഇട്ട് തരാൻ. 10 ലക്ഷം പോയിട്ട് 10 കുടുംബം പോലും അയാൾ നിനക്ക് വേണ്ടി ചെലവാക്കൂല. അന്ന് അച്ഛന്റെ കാശില്ലായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ എന്റെ കാശ് വരുമെന്ന് അച്ഛൻ വിചാരിച്ച്, പക്ഷെ വന്നില്ല. അങ്ങനെ കിഴങ്ങൂത്തിയ സ്ട്രോബെറി വരുമെന്ന് അയാൾ വിചാരിച്ച. ആ അതൊക്കെ പോട്ട്. നമ്മുടെ കണ്ണൻ ബ്രേക്കപ്പ് ആയി. കണ്ണനാ? അത് 2 കൊല്ലത്തെ പ്രേമം എന്തോ അല്ലായിരുന്നോ? ആ 2 കൊല്ലവും സെയ്തലി അവളെ കണ്ടിട്ടില്ലല്ലോ. ഒറ്റ നോട്ട ചെയ്തില്ല. കണ്ണന്റെ പെണ്ണിനെ അവൻ കണ്ടു. ഒറ്റ നോട്ടത്തിൽ പഴയ ഡീറ്റെയിൽസ് ഫുൾ എടുത്തു കൊടുത്തു. എന്തിനേറെ പറയണം, ഞാനും ഫാത്തിമയും കൂടെ നിൽക്കുന്ന വാൾപേപ്പർ അവൻ കണ്ടതേ ഉള്ളൂ. രാത്രി കിട്ടിയടാ ഫുൾ റിപ്പോർട്ട്. അപ്പൊ ഞാനും അശ്വതി എങ്ങനെയായിരുന്നു? നീ അശ്വതി എങ്ങനെയായിരുന്നു? എനിക്കെങ്ങനെ അറിയാം? അവളോട് ചോദിക്കണം. അതല്ലടാ, ഒരു കല്യാണത്തിന് അവൻ അവളെ കണ്ടതേ ഉള്ളൂ. ഒറ്റ നോട്ടത്തിൽ. കമ്മിറ്റഡ്. കമ്മിറ്റിയ എന്റെ പെണ്ണ് സെറ്റായ ഷീസ് മൈൻ. സൈതലി കണ്ടോ ഇവളെ? ഇല്ല. ആരാ ഈ സെയ്തലി? അത് മുടിയെടുത്ത് ഫ്രണ്ടിൽ അവൻ കാണണ്ട. അവൻ കണ്ടാ കുഴപ്പം. ഏതായി കുട്ടി? ഹായ്. സൈതലി, അതൊരു നല്ല കുട്ടിയാന്ന് തോന്നടാ. ഒക്കെ ഒരു തോന്നലാണെങ്കിലോ. പേരെന്തായിരുന്നു? കള്ളപ്പേര് പറഞ്ഞാൽ മതി. ജാനകി. പണ്ടൊരു അപ്പൂപ്പനും അമ്മൂമ്മ ഉണ്ടായിരുന്നു. അടങ്ങിയിരി. ഇല്ലടാ, ബാംഗ്ലൂർ ആയിരുന്നല്ലേ? ആ അതെ. ആ എന്താ അവിടെ പഠിച്ചുകൂടി? അവിടെ കോർമംഗലയിലുള്ള ഒരു അർജുനെ അറിയാവോ? ഇല്ല. ഓ രക്ഷപ്പെട്ട്. അജു ആണോ? അജു എന്നല്ലേ വിളിക്കാറ്. ആ. അപ്പൊ അത്രയും ക്ലോസാ. ഇതിപ്പം ക്ലോസ് ആവും. അവനൊരു ബുള്ളറ്റില്ലായിരുന്നു അവിടെ? ആ ഉണ്ട്. നൈറ്റ് റൈഡ് ഒക്കെ നല്ല രസമായിരുന്നു കാണുമല്ലേ? ആ ഞങ്ങള് കൊറേ പോയിട്ടുണ്ട്. അതൊക്കെ പണ്ടാട്ടോ, കൊറേ ആയി. കൊറേ ആവുന്നുണ്ടല്ലോ ഇത്. കഴിഞ്ഞ മാസം ഇന്റേൺഷിപ്പിന് എറണാകുളത്ത് വന്നപ്പോ അവന്റെ 1 BHK ഫ്ലാറ്റിൽ ഒരുമിച്ചായിരുന്നല്ലേ നിന്നത്? ഒരു ദിവസം ഉള്ളൂ. ഒരുമിച്ച് അവന് തന്നെ ഇഷ്ടമാന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് ഇഷ്ടമാണെന്നുള്ള ശരിയാ, പക്ഷെ ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല അത്. പക്ഷെ എന്നോടങ്ങ് പറഞ്ഞു കളഞ്ഞല്ലേ. അളിയാ പോയിട്ടോ കുറച്ചുകൂടെ കാര്യം പറയാം. പോയിട്ടോ നീ. എന്തിനാടാ പറഞ്ഞിട്ട്? പോയിട്ടോ. ശിവ, ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോണോ? ഇല്ല, അജുവിന്റെ ബുള്ളറ്റ് എടുത്തോണ്ടോ അതീ പോവാ. എന്തൊരു പരിപാടിയാടാ കാണിച്ചത്? സൂപ്പർ പരിപാടിയാണിയത്. ഇന്നങ്ങോട്ട് സെറ്റ് ആയതല്ലേ ഉള്ളൂ. ഇന്ന് തന്നെ പോയില്ലേ? നീ എന്തിനാ എങ്ങനെ ചെയ്യുന്നേ? ട്രൂലവല്ലാത്ത ആരും പ്രേമിക്കണ്ട. ഇനി അങ്ങോട്ട് പോന്ന്. സന്തോഷം കമ്മിറ്റ് ആയെന്ന് പറഞ്ഞു. ഒന്ന് പോയി കണ്ടിട്ട് വരാം. അതെന്ത്